ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായന ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ 2-3 ലേഖനങ്ങളും യൂദ എഴുതിയ ലേഖനവും. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. ഒരു ക്രിസ്മസ് കൂടെ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു. ഈ ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിചാരപ്പെടലാണ് ക്രിസ്തു. സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമാണ് ക്രിസ്മസ്. നിസ്സാരതകളിൽ കുടുങ്ങി ആത്മശോഭ നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ പൂർവ്വ മഹിമകളിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ പിറവിയെടുത്തതാണ് ക്രിസ്തു സംഭവം. അങ്ങനെയെങ്കിൽ വേദപുസ്തകത്തിലെ കേന്ദ്ര യാഥാർത്ഥ്യമാണ് യേശു ക്രിസ്തു. യേശു എന്നത് വ്യക്തിനാമമാണ്, എന്നാൽ ഔദ്യോഗിക നാമം എന്ന് വിശേഷിപ്പിക്കാവുന്ന പേരാണ് ക്രിസ്തു. യഹോവ രക്ഷിക്കുന്നു, യഹോവ രക്ഷയാകുന്നു എന്നതാണ് യേശു എന്ന പേരിൻ്റെ അർത്ഥം. മാനവകുലത്തിൻ്റെ ജീവിക്കുന്ന മാതൃകയായ യേശുവിനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാകുകയില്ല. എന്നാൽ യേശു കർത്താവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, യേശു സ്നേഹത്തിൻ്റെ ദൈവമാണ്. സ്നേഹിക്കപ്പെട്ടാലും സ്നേഹം നൽകിയാലും സ്നേഹം നഷ്ടപ്പെടുത്തിയാലും സ്നേഹത്തിൻ്റെ ജീവിക്കുന്ന മാതൃക ക്രിസ്തുവാണ്. സ്നേഹം ദൈവത്തിൻ്റെ സ്വഭാവമാണ്. തിരുവചനം പറയുന്ന സ്നേഹം അഥവാ ക്രിസ്തു കാണിച്ചു തന്ന സ്നേഹം വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് ത്യാഗത്തിലൂടെയും പ്രവൃത്തികളിലൂടെയുമാണ് പ്രകടമാകുന്നത്. 1 യോഹന്നാൻ 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക എന്ന്. സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്, ദയയുള്ളതാണ്, അഹങ്കരിക്കാത്തതാണ്, സ്വാർത്ഥത ഇല്ലാത്തതാണ്, ക്ഷമിക്കുവാനും സഹിക്കുവാനും നമ്മെ പഠിപ്പിക്കുന്നതുമാണ്. യേശു പഠിപ്പിച്ച സ്നേഹം ദൈവത്തെ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കുക, ശത്രുക്കളെയും സ്നേഹിക്കുക. ക്രിസ്ത്യാനികളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ സ്നേഹമില്ല എങ്കിൽ നമ്മുടെ ജീവിതം വെറും ശൂന്യമാണ്. അതിനാൽ ലോകമെങ്ങും രക്ഷകന്റെ തിരുജനനം ആഘോഷിക്കുന്ന ഈ ദിനങ്ങളിൽ നമുക്ക് സ്നേഹത്തിൻ്റെ വാഹകരായിട്ട് തീരാം. രണ്ടാമതായിട്ട്, യേശു രക്ഷയുടെ മാർഗമാണ്. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും മനുഷ്യനെ വിടുവിച്ച് ദൈവത്തോടുള്ള ശരിയായ ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയാണ് രക്ഷ. രക്ഷിക്കപ്പെടുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ എന്തെല്ലാം? പാപത്തിൽ നിന്നുള്ള വിമോചനം, നിത്യനാശത്തിൽ നിന്നുള്ള മോചനം, പുതിയ ജീവൻ നമുക്ക് ലഭിക്കും, നിത്യജീവൻ്റെ അനുഭവം നമുക്കുണ്ടാകും. യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കായി ക്രൂശിൽ മരിച്ചു. അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനാണ്. ഇങ്ങനെ ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് രക്ഷ സാധ്യമാവുകയുള്ളൂ. ഈ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ നമ്മെ ചേർക്കുവാനായി അവൻ വീണ്ടും വരും എന്ന് നമ്മൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഈ കർത്താവിൻ്റെ തിരു അവതാരമാണ് ക്രിസ്മസ്. ജഡധാരണത്തിലൂടെ ദൈവം മനുഷ്യനായി തീർന്നു. ക്രിസ്മസ് ഏവർക്കും ഏറെ സന്തോഷകരമാണ്. യേശുവിനെ നാം പലപ്പോഴും പുൽക്കൂട്ടിൽ ഒതുക്കി നിർത്തുവാനാണ് ശ്രമിക്കുന്നത്. കാരണം നമ്മെ ചോദ്യം ചെയ്യാതെ എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഓമന പൈതൽ. എന്നാൽ കാൽവറി ക്രൂശിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നാം ഓരോ ക്രിസ്മസും ആഘോഷിക്കുവാൻ. ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ ആഘോഷങ്ങൾക്കിടയിൽ നാം ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, യേശു സ്നേഹത്തിൻ്റെ ദൈവമാണ്. യേശു കർത്താവ് രക്ഷയുടെ ഏക മാർഗമാണ്. അങ്ങനെ ഈ സ്നേഹത്തിൽ ജീവിക്കുവാനും രക്ഷയുടെ അനുഭവക്കാരായി തീരുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലോകമെങ്ങും അങ്ങയുടെ തിരുജനനത്തെ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ അവിടുത്തെ സ്നേഹത്തിൻ്റെ വാഹകരായി തീരുവാനും അങ്ങയിലൂടെയുള്ള രക്ഷയുടെ ഓഹരിക്കാരാകുവാനും ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. ആമേൻ.